Good afternoon. Good afternoon. Good afternoon. Prayer. Prayer ആരാണ്? പ്രയർ ഞാൻ പാടാം. കേൾക്കുന്നുണ്ടോ? Okay. പാരന്തയാലുവായി ദാശിന്യശാലയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഓക്കെ, താങ്ക് യു. മുഴുവൻ പാടില്ലല്ലോ. മുഴുവൻ പാടിയില്ല, എനിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് ശ്വാസത്തിന്റെ ചെറിയ ബുദ്ധിമുട്ട്. Thought of the day. Thought of the day. തൊട്ട് ഞാൻ പറയും മിസ്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. Sign in. Sign in. Sign in ചെയ്യാൻ ആരുമില്ലേ? ഞാൻ ചെയ്യാം. അതൊരു തോട്ട് പറയാം. Only you can change your life. No one can do it for you. ബുദ്ധ. Very good. Good afternoon to all. ഗുഡ് ആഫ്റ്റർനൂൺ മാം. സുഖമാണോ എല്ലാവർക്കും? അതെ മാം, സുഖമാണ്. സെമിനാർ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്ന് പറഞ്ഞവരെല്ലാവരും ഉണ്ടോ? ചെയ്ത് തീർക്കാന്ന് പറഞ്ഞവരുണ്ടോ? ഇന്ന് സെമിനാർ ടോപ്പിക്ക് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? 3 ടോപ്പിക് കൂടി ഉണ്ടായിരുന്നു, 3 കൂടി. ഇല്ല. മിസ്സേ, ഞാൻ റെഡിയാ. മോന് കാരണേ ഭയങ്കര വാശിയാ.
ആണോ? ഏതായിരുന്നു ടോപ്പിക്? ഡീഫോറേഷനും സോയിൽ. വേറെ ടോപ്പിക് ഉള്ള ആരൊക്കെയായിരുന്നു? ഗ്രൗണ്ട് വാട്ടർ എടുത്താണോ? ഗ്രൗണ്ട് വാട്ടർ ഞാൻ ഇത് തീർക്കണോന്ന് പറഞ്ഞല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഇനി ഏതെങ്കിലും എടുക്കാനുണ്ടോ മിസ്? ഞാൻ കഴിഞ്ഞ ആഴ്ച വരെയും കയറാൻ പറ്റിയില്ലായിരുന്നു. ട്രെയിനിങ്ങിന് പോയത് കൊണ്ട് റെക്കോർഡ് ക്ലാസ് കണ്ടുകൊണ്ടിരുന്നത്. ഏതെങ്കിലും എടുക്കാനുണ്ടോ ഭാഗതയിലും? മറ്റേ ഇതിനും കുഴപ്പമില്ല, എടുക്കണ്ട കേട്ടോ, സാറില്ല. ഞാൻ പിന്നെ അത് എടുത്തു കൊടുക്കാം. ചാപ്റ്റർ എടുക്കാം. യൂണിറ്റ് 9 ടെൻഡൻസീസ് ഓഫ് മാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതല്ലേ? അപ്പോ മാഡം മോണ്ടിസോറിയുടെ ഒബ്സർവേഷന്റെ ഭാഗമായിട്ടാണ് അല്ലേ, അതൊരു നല്ലൊരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് 14 സ്പെസിഫിക് ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടെന്ന് മോണ്ടിസോറി കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ ഈ 14 ടെൻഡൻസീസ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വരും ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. ഒന്നിനെ സാധ്യമാക്കുവാണെങ്കിൽ ഒന്ന് എന്തായാലും വേണം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ആദ്യത്തേത് നോക്കാം. ഇനി ഓരോ ടെൻഡൻസീസ് എന്താണെന്നാണ് നോക്കുന്നത് കേട്ടോ. എക്സ്പ്ലോറേഷൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്, വളരെ ബ്രീഫ് ആയിട്ട് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ? വാട്ട് ഈസ് എക്സ്പ്ലോറേഷൻ? എന്താണ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത്? എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇപ്പൊ നമ്മുടെ ആദിമ മനുഷ്യന്റെ കാര്യങ്ങൾ എടുക്കാം. നമ്മുടെ ആദിമ മനുഷ്യരെ കിട്ടിട്ടില്ല? ആദിമ മനുഷ്യൻ അവർ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളും കണ്ടെത്തിയാണ് നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടായത് അല്ലെ? ആദ്യം എന്താ കണ്ടുപിടിച്ചത് മനുഷ്യൻ? ആദ്യം കണ്ടുപിടിച്ചത് എന്താ കണ്ടുപിടിച്ചു? ആദ്യം തീ കണ്ടുപിടിച്ചിട്ടുണ്ട്. തീ കണ്ടുപിടിച്ചു അല്ലെ? തീ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ പിന്നീട് അടുത്ത ആവശ്യം എന്തായി? അടുത്ത എന്ത് കണ്ടുപിടിക്കാനായി? പിന്നെ അവര് ആയുധങ്ങളും കണ്ടുപിടിച്ചു. ഫുഡ് ആൻഡ് ഷെൽട്ടർ ആവശ്യമായിട്ടാണ് അല്ലെ? അത് കണ്ടെത്താനായിട്ട് എന്താണ് അവര് കാടുകളിലുള്ളിൽ അലഞ്ഞു തിരിഞ്ഞെടുത്ത ഒരു നൊമാഡിക് ലൈഫാണ് അവര്. നൊമാഡിക് ലൈഫ് മീൻസ് അവര് അലഞ്ഞു തിരിഞ്ഞതിന്റെ അലഞ്ഞു തിരിയാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതായത് ഓരോന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്യാനുള്ള ടെൻഡൻസി ഇപ്പൊ ആദിമ മനുഷ്യനിൽ തുടങ്ങിയ ഈ ഒരു ടെൻഡൻസി, ഒരു പ്രവണത നിലനിൽക്കുന്നത് അല്ലെ? എന്ത് കണ്ടെത്താൻ, എന്താണ് എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രവണത. ഓക്കെ, അങ്ങനെ അവരുടെ ഫുഡും ഷെൽട്ടറിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ആദിമ മനുഷ്യർ പല കാര്യങ്ങളും കണ്ടുപിടിച്ചത്. അങ്ങനെ ആ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് എന്താ പല ഡെവലപ്മെന്റ്സ് നമുക്ക് ഉണ്ടായത്. ശരിയല്ലേ? ഓക്കെ, യെസ്. അപ്പോ നമ്മള് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളിൽ എക്സ്പ്ലോറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളില് എക്സ്പ്ലോറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവര് ഓരോ സാധനം കാണുമ്പോ അതിൽ ആകൃഷ്ടമായിട്ട് അത് എടുത്തു നോക്കും, തൊട്ട് നോക്കും. യെസ്, അവര് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർക്ക് ചുറ്റുപാടാണ് അവരതിന് ഒരു ഫൗണ്ടേഷൻ ആക്കുന്നത്
അല്ലെ, അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് കാണുന്ന കാര്യങ്ങളോട് അവർക്ക് എന്താണ് ആകാംക്ഷ കൂടുതലാണ്. അല്ലാതെ എന്താണെന്ന് അറിയാനായിട്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ എക്സ്പ്ലോറേഷൻ എന്ന എലമെന്റ് കുഞ്ഞുങ്ങളിൽ ആദ്യം ഉത്ഭവിക്കുന്ന ഒന്നാണ് അല്ലെ. ഇനി ഇപ്പൊ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മളിപ്പോ ഒരു ചുറ്റുപാടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കാണുന്ന സമയത്ത് അവരത് എന്താണെന്ന് കണ്ടുപിടിക്കും. ഒന്ന് നമ്മളോട് ചോദിക്കും അല്ലെ. ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി നിൽക്കും. ചില കുട്ടികളെ വണങ്ങുന്ന സാധനങ്ങളോ അല്ലെ എന്തെങ്കിലും ഒരു മൂവബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ മഴ പെയ്യുന്നതോ അല്ലെങ്കിൽ എന്ത് തരം പ്രതിഭാസങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ അതെന്ത് ചെയ്യും, വളരെ ഒബ്സർവേഷനിലൂടെ അതിങ്ങനെ നോക്കി നിൽക്കും അല്ലെ. അതെന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു വ്യഗ്രത കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ പ്രൈമറി നീഡ്സ് വെച്ച് ഇപ്പൊ ആദ്യകാല മനുഷ്യനെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനനം മുതൽ മരണം വരെ ഈ ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ട് അല്ലെ. എല്ലാ ദിവസവും എന്തെങ്കിലും കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭൂമിയിൽ ജനിച്ചു വീണ അന്ന് മുതൽ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പൊ മരണം വരെയുള്ള ആ ഒരു പ്രവണതയാണ് ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു പ്രവണതയാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി ആയിട്ട് മോണ്ടിസോറി കണ്ടെത്തിയത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത് എക്സ്പ്ലോറേഷൻ എന്താന്ന്? മനസ്സിലായി മിസ്. പിന്നെ ടീച്ചറിന്റെ ഒരു നോട്ട് കൂടി വിടും കേട്ടോ. നോട്ട് വിടുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം എക്സ്പ്ലോറേഷൻ എന്താണെന്ന് ഇംഗ്ലീഷിൽ 2-3 സെന്റൻസ് ആയിട്ട് വളരെ നമ്മൾ സ്പോൺസീഡ് ആയിട്ട് പഠിക്കൂലേ. വാട്ട് ഈസ് എക്സ്പ്ലോറേഷൻ, വാട്ട് ഈസ് ഓർഡർ, വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ഈ ടെൻഡൻസി എന്ന് മാത്രം പെട്ടെന്ന് ഒരു സ്കൂൾ ഫീൽഡിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റിനൊപ്പം തന്നെ ഒരു നോട്ട് കൂടി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിക്കാം. അപ്പൊ അത് റിലേറ്റ് ചെയ്തായിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഈ ബ്രെയിനിൽ നടക്കുന്ന നമ്മുടെ ബ്രെയിനിനകത്ത സിഗ്നൽസിന് അല്ലെങ്കിൽ ബ്രെയിനിന്റെ ആ ഒരു ആക്ടിവിറ്റീസ് മുഴുവൻ നമുക്ക് കണ്ടെത്താനായിട്ടുള്ള പ്രവണത നമ്മൾ ഉടലെടുക്കുന്നുണ്ട് അല്ലെ. അതായത് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് സിഗ്നൽ വരും. അതായത് ഇതെന്താണ് അന്വേഷിക്കാനായിട്ട് നമ്മുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടാണ് ഈ പ്രവണതകൾ നമ്മളിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഡൻസിയിൽ ഒന്നാണ് എന്താ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താണ് ഓർഡർ. നെക്സ്റ്റ് എന്താണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ, വാട്ട് ഈസ് ഓർഡർ? ഓർഡർ എന്താണ്? കൃത്യത, വഴിക്ക് വഴിയായി വരിക, കൃത്യത. ഓർഡർ നമുക്ക് എല്ലാവരെയും സംബന്ധിച്ച് നമുക്കൊരു ഓർഡർ ഉണ്ടാവും അല്ലെ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒരു ഓർഡർ ഇല്ലേ? ഓർഡർ ഉണ്ടോ? നിങ്ങളുടെ ഒരു ദിവസം ഒരു ഓർഡർ ഒന്ന് തെറ്റിപ്പോയെന്ന് വിചാരിക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തകരാറിലാണല്ലേ. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ തന്നെ നിങ്ങൾ രാവിലെ ഇന്ന സമയത്ത് കൃത്യമായി 5 മണിക്ക് എണീക്കുന്ന ആൾ ഒരു 6 മണി 6:30 എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അന്നത്തെ ദിവസം നമ്മുടെ കയ്യിൽ പോകും അല്ലെ. ആണോ? അതെ. അപ്പൊ ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെയാണ് അല്ലെ. അവരുടെ ലൈഫിലും ഒരു ഓർഡർ ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ പാരന്റ്സ് അഡാപ്റ്റ് ചെയ്ത് കൊടുത്തതായിരിക്കാം, പാരന്റ്സ് പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളിൽ തന്നെ എന്താണ് സ്വമേധയാ രൂപപ്പെടാറുണ്ട് ഓർഡേഴ്സ് അല്ലെ. നമ്മളിപ്പോ ആദ്യം KG സെക്ഷൻ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ എന്താണ് കുട്ടിക്ക് അറിയാം രാവിലെ എന്ത് ചെയ്യണോ അല്ലെ. അതായത് പഠിക്കുന്ന കാര്യങ്ങളാണ്, രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, രാവിലെ എപ്പോൾ എഴുന്നേക്കണം, എഴുന്നേറ്റുടനെ എന്താണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് അമ്മേനെ ഹെൽപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് 8:45 വണ്ടി വരുന്നുണ്ടെങ്കിൽ 8:45 മുൻപായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതായത് അവരുടെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഓർഡറിലേക്ക് എത്തിച്ചേരുന്നത്. കറക്റ്റ് കുഞ്ഞിന് ചെയ്യുന്നുണ്ട് കാരണം കൃത്യമായിട്ട് സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോകുന്ന സ്കൂളിലെ കാര്യങ്ങൾ ചെയ്യുന്നു, സ്കൂളിലൊരു ഓർഡർ കുഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. സ്കൂളിലൊരു ഓർഡർ ഉണ്ട്, ഇത്ര പീരീഡ്സുകൾ ഉണ്ട്, ഈ ഒരു സമയത്ത് ഇത്ര പോർഷൻസ് പഠിക്കുന്നു, ഇത്ര ആക്ടിവിറ്റീസ് ചെയ്യുന്നു. തിരിച്ചെന്താണ് എപ്പോഴാണ് കുഞ്ഞ് തിരിച്ചു വരുന്നത്? ഒരു 3 മണിക്ക് ക്ലാസ് അവസാനിച്ചു, 3 മണിക്ക് ശേഷം 3:15 വണ്ടിയിൽ കയറണം എന്ന് വ്യക്തമായിട്ട് കുഞ്ഞിന് അറിയാം അല്ലെ. 3:15 സ്കൂൾ ബസ്സിനകത്ത് പ്രവേശിക്കേണ്ടത് ഇത്ര സമയത്ത്, സമയം എന്നല്ല എന്താണ് ഇത്ര ടൈമിൽ എന്താണ് കുഞ്ഞ് വീട്ടിലെത്തും അല്ലെ.
വന്നതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങൾ, അതായത് കുഞ്ഞിന്റെ രാവിലെ മുതൽ കുഞ്ഞ് വൈകിട്ട് ഉറങ്ങുന്നത് വരെ അവരുടെ ലൈഫിൽ എന്ത് പോകുന്നുണ്ട്, ഒരു ഓർഡറിലൂടെയാണ് കുഞ്ഞ് പോകുന്നത് അല്ലെ. നമുക്കെല്ലാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അന്ന് വൈകി എഴുന്നേറ്റാല്, രാവിലെ ഒന്ന് വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ കുട്ടികളെ വിടാൻ നിങ്ങൾ ലേറ്റ് ആവും, നിങ്ങൾ ജോലിക്ക് പോകാൻ ലേറ്റ് ആവും. ചിലപ്പോ അന്നൊരു തട്ടിക്കൂട്ട് ഭയങ്കര ബഹളമായിരിക്കും, അന്നൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവും അല്ലെ. നമ്മുടെ ഓർഡർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മനുഷ്യനിലെ ഉള്ളൊരു പ്രവണതയാണെന്ത്, ഒരു ഓർഡർ ആയിട്ട് പോകും. ഒരു ഓർഡർ ആയിട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകാൻ പറ്റും അല്ലെ. ലൈഫിൽ ഒരു ഓർഡർ ഉണ്ടാവുന്നത് നല്ലതല്ലേ, ആണോ? അതെ, നല്ലതാണ്. ആ ഓർഡർ തെറ്റുമ്പോഴാണ് നമ്മളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ഹാബിറ്റുകൾ ഉണ്ടാവും. ഈ ഓർഡറിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹാബിറ്റ് അല്ലെ, ശീലങ്ങൾ. ചിലർക്ക് ചില കാര്യങ്ങൾ ഡെയിലി ചെയ്യണമെന്നുണ്ടാവും അല്ലെ, അത് അവരുടെ ശീലമാണ്. അതൊരു ദിവസം ചെയ്തില്ലെങ്കിൽ അവരുടെ ആ ബിഹേവിയറിന് തന്നെ അതിന് അഫക്ട് ചെയ്യും അല്ലെ. കുഞ്ഞുങ്ങളാണെങ്കിലും അതെ തന്നെ. ചില കുഞ്ഞുങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ചെടി നനയ്ക്കും, ചെടികൾ നനയ്ക്കാൻ കൊടുക്കാറുണ്ട്. അത് ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുത്ത് പിന്നെ എന്താണ്, എല്ലാ ദിവസവും മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണ്, മഴയാണെങ്കിൽ കുഞ്ഞത് ചെടി നനയ്ക്കും. പക്ഷെ അതപ്പം ചില കുഞ്ഞുങ്ങളത് ഹാബിറ്റ് ആക്കി എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അത് ചെയ്യിപ്പിക്കാത്ത ദിവസം എന്താണ്, അവർക്ക് ഭയങ്കര ദേഷ്യം. നീ അതിലത് ചെയ്യണ്ട, നീ ഇന്ന് ചെടി നനയ്ക്കേണ്ട, വൈകിയായിരിക്കും ചിലപ്പോൾ എഴുന്നേക്കും, നീ ഇന്ന് ചെടി നനയ്ക്കണ്ട, നേരെ സ്കൂളിൽ പോയിക്കൊള്ളാൻ പറയും. കുട്ടീനെ അത് മെന്റലി അവന് ഒരുപാട് അഫക്ട് ചെയ്യും. കാരണം എന്താണ്, അവന്റെ ശീലത്തെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്തത് അല്ലെ, ശീലത്തെ നിങ്ങൾ ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്താണ്, അന്ന് മുഴുവൻ ചിലപ്പോ ദേഷ്യവും വാശിയും സങ്കടവും കരച്ചിലൊക്കെ ആയിട്ട് ആ ഒരു ദിവസം അങ്ങനെ പോകും. ഓക്കെ, എന്തിനെ എതിർക്കുമ്പോഴാണ്, കുഞ്ഞിനൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു അല്ലെ, ആ ഒരു ശീലം ഉണ്ടായിരുന്നു. ആ ശീലം നമ്മള് ചിട്ടകൾ തന്നെ, ഓർഡർ ചിട്ടകൾ തന്നെ. ഓക്കെ, ആ ഓർഡറെ തെറ്റി. അതായത് കുട്ടിക്കറിയാം ഞാൻ ചെടി നനച്ച് കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്, ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ കുഞ്ഞ് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യും, നമ്മൾ അവിടെ പോയി അധികാരം അങ്ങ് സ്ഥാപിച്ച് അതിനെ ചിലപ്പോ അങ്ങോട്ട് വേണ്ട, നമ്മുടെ വാശിയും ദേഷ്യമൊക്കെ അവിടെ അങ്ങ് കാണിക്കുമ്പോൾ കുഞ്ഞിന്റെ ഓർഡറാണ് അവിടെ ഇല്ലാണ്ടാവും. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് രാവിലെ ഇപ്പൊ 5 മണിക്ക് ചായ കൃത്യമായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ 6 മണിക്ക് എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്താ അറിയാം അല്ലെ, ചായ കുടിക്കുന്നവരാണെങ്കിൽ. യെസ്, അതൊന്ന് തെറ്റിപ്പോയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചായ കുടിച്ചില്ലെന്നാണെങ്കിൽ? എന്തൊക്കെ നിങ്ങൾ അനുഭവിക്കും? ഒരു വല്ലാത്ത ഇറിറ്റേഷൻ, എന്തോ ഒന്നും കിട്ടിയിട്ടില്ല, അതിന്റെയാണ് അല്ലെ. ചായയാണ് സംഭവം, പക്ഷെ നമുക്ക് അതിന് കുറെ സമയത്തേക്ക് നമ്മൾ നമ്മുടെ നോർമൽ ഓർഡറിലേക്ക് വരാൻ സമയം എടുക്കുക. ആ ഒരു ക്രമത്തിലേക്ക് എത്താൻ, ക്രമമാണ് കേട്ടോ, ചിട്ട മീൻസ് ക്രമത്തിലേക്ക് എത്തിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്, ഓർഡർ ഉണ്ട്. അതായത് ആ ഒരു ക്രമാനുസൃതമായിട്ടുള്ള രീതിയിലാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. മുതിർന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എന്താണ്, ആ ഒരു ഓർഡറിലാണ് നമ്മുടെ ലൈഫ്. ഓരോ ദിവസം കടന്നു പോകുന്നതും ഈ ഓർഡർ മുഖാന്തരമാണ്. ഓക്കെ, അത് തെറ്റുമ്പോഴാണ് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, ഡിഫിക്കൽട്ടീസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ ഒരാഴ്ച ഫോളോ ചെയ്യുന്ന കാര്യം അടുത്ത ആഴ്ച ചിലപ്പോൾ നിങ്ങളുടെ ഇത് മാറാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ നമുക്ക് തന്നെ അത് ഭയങ്കര ഇറിറ്റേഷൻ ആവാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിരുന്ന പോലെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ആ ടെക്സ്റ്റ് നോക്കി പഠിച്ചപ്പോൾ എനിക്കത് കിട്ടുന്നില്ല, എന്റെ ഓർഡർ മൊത്തം തെറ്റി, അതായിരുന്നപ്പോ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓർഡർ നമ്മളിൽ നിന്ന് വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒന്ന് വ്യതിചലിക്കുന്ന സമയത്താണ് നമ്മളിൽ കുറെ വ്യതിയാനങ്ങൾ, വേരിയേഷൻസ് സംഭവിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രണ്ടും കൂടെ ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ, ഗ്രിഗേറിയസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗ്രിഗേറിയസ് എന്ന് പറയുന്നത്? എന്താണ് മലയാളം വാക്ക്, എന്താണെന്ന് അറിയോ? ആഡംബരമാണോ? അല്ല, എന്തായിരിക്കും ഇതിന്റെ മലയാളം? അത് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുമ്പോ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, നമുക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മുടെ കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. നമ്മള് കുഞ്ഞ് ഇപ്പൊ സുറുമിയുടെ മോള്, സുറുമി എന്താണ് സ്കൂളിലേക്ക് വിടുന്ന, മോളാണോ മോനാണോ ആരെങ്കിലും കേട്ടിട്ടല്ല, സ്കൂളിലേക്ക് വിട്ടുന്ന സമയത്ത് ആ സമയത്തൊക്കെ ആള് ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പോവാൻ താല്പര്യമില്ല, വല്ലാത്തൊരു
വല്ലാത്തൊരു ഇറിറ്റേഷനിലാണ് കുഞ്ഞ് സ്കൂളിൽ പോയത്. ഓക്കെ, കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലായല്ലോ, കുഞ്ഞ് അങ്ങനെയാണ് സ്കൂളിൽ പോയത്. തിരിച്ചു വന്നപ്പോ കുഞ്ഞ് അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അല്ല അല്ല, മിസ്സേ, ഹാപ്പി ആയിരിക്കും. ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു എന്താണ് സഹവാസം ആഗ്രഹിക്കുന്നുണ്ട്, ഒരുമിച്ച് കൂട്ടുകാരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഒക്കെ ആഗ്രഹിക്കും. Yes. അതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിസ്സേ എന്റെ പോകുമ്പോ ആകെ ഭൂമിയായിരിക്കും. അവരോട് ചോദിച്ചു ഗുഡ് മോർണിംഗ് ഇടാന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു പറയില്ല. ആകെ തിരിച്ചു വരുമ്പോ ഭയങ്കര സന്തോഷാ. അപ്പൊ കുട്ടിക്ക് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇവിടുന്ന് പോയപ്പോ ഭൂമിയായിരുന്നു, അവിടെ ചെന്നപ്പോ തിരിച്ചു വന്നപ്പോ ഇങ്ങനെ ആവാൻ കാരണം കുഞ്ഞിന് എന്തായാലും എന്ത് മാറ്റമാണ്, എന്ത് മാറ്റമായിരിക്കും അവിടെ സംഭവിച്ചിരുന്നത്? കൂട്ടും കൂടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. യെസ്, വെരി ഗുഡ്. അതായത് നമ്മളുടെ ഫീലിങ്സ് നമ്മള് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും അല്ലെ? ഇനി കുട്ടീനെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് സംഭവിക്കാറില്ലേ? നമ്മൾ ചില സമയത്ത് ഒന്ന് ഡൗൺ ആയിട്ട് പോകാറില്ലേ? ചില ദിവസം എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെയാണ്. ചില സമയത്ത് നമ്മുടെ മൈൻഡ് പോകും, നമുക്ക് വെറുതെ വിഷമം വരും, വെറുതെ സങ്കടം വരും അല്ലെ? ഇങ്ങനെ വരാറില്ല നമുക്ക്? ഒന്നും ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വെറുതെ ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ? ഓർത്ത് വിഷമിക്കും. നമുക്ക് പീരീഡ്സിന്റെ മൂഡ് സ്വിങ്സ് പോലെ അല്ല, എന്നിരുന്നാൽ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവാറില്ല നിങ്ങൾക്ക് അങ്ങനെ? ഈ മനുഷ്യനല്ല അത്. അതെ, ഒരുമിച്ച് കസിൻസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെ. അപ്പൊ അത്രയും നേരം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഭയങ്കര മൂടിയായിരിക്കും, പക്ഷെ നമ്മുടെ അടുത്ത് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ വന്നിരുന്ന് സംസാരിക്കും. അപ്പോഴും അവരോട് നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും മിണ്ടുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോ എന്താണ്, കുറച്ച് കഴിയുമ്പോ നമ്മള് എങ്ങനെയോ നോർമലി അത് മാറും. ചിലപ്പോ അവര് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ മാറ്റം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കും, ചുറ്റുപാട് നോക്കിയിരിക്കുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് വരും, നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്ത് അല്ലെ? അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അതായത് ആശയവിനിമയം അവിടെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഒരുപാട് രീതിയിൽ വ്യത്യാസങ്ങൾ, നമ്മുടെ ബിഹേവിയറിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും. ഓക്കെ, അപ്പൊ ഈ ഗ്രിഗേറിയസ് എന്ന് പറയുന്ന എന്ത് തരം ഫീലിംഗ് ആണ്? നമ്മുടെ ഫീലിങ്സ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രിഗേറിയസ് എന്ന് പറയുന്നത്. ഷെയർ ചെയ്യുന്നത് എന്തിലൂടെയാണ്? നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? നമ്മളിങ്ങനെ കാണിച്ച ഷെയറിംഗ് ആവോ? ആക്ഷൻ കാണിച്ച ഷെയറിംഗ് ആവോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മള് ആശയവിനിമയം നടത്തണം. എന്താണ് എന്റെ മനസ്സിലല്ലേ, എന്താണ് സംഭവിച്ചത്, എന്താണ് കാര്യം എന്ന് നമ്മൾ അത് അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ആശയവിനിമയം നടക്കുമ്പോൾ മാത്രമാണ് നമ്മളില് ചിലപ്പോ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, നമുക്ക് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാറുണ്ട് അല്ലേ? കിട്ടാറുണ്ടോ? അതെ അതെ, കിട്ടാറുണ്ട്. അപ്പൊ എന്തായിരിക്കും ഗ്രിഗേറിയസിന്റെ മലയാളം? സഹവാസം ആഗ്രഹിക്കുക. എന്തോ? സഹവാസം ആഗ്രഹിക്കുക എന്നാണോ? കൂടിച്ചേരുന്നത് പറഞ്ഞത് ആണോ? കോർപ്പറേഷൻ ആണ് ശരിക്കും അല്ലെ? മൈൻഡുകൾ തമ്മിലുള്ള കോർപ്പറേഷൻ ആണ് ഗ്രിഗേറിയസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കും അതൊരു ഫീലിംഗ് റിലേറ്റഡ് ആണ് അല്ലെ? നമുക്ക് എങ്ങനെയോ ഒരു ഫീലിംഗ് വന്നു. കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞ് ഗ്ലൂമി ആയിരിക്കുന്നതിന്റെ കാരണം ചിലപ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ സ്കൂളിൽ പോകാൻ മടിയാവാം. പക്ഷെ അവൻ വേറൊരു ചുറ്റുപാടിലേക്ക് അല്ലെങ്കിൽ വേറൊരു മറ്റൊരു വ്യക്തിയുമായിട്ട് അവിടെ അവരുടെ ബിഹേവിയറിൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരുന്നു? ചേഞ്ചസ് സംഭവിക്കുകയാണ് അല്ലെ? നമ്മുടെ മനസ്സ് മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് വേറൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോ ഭയങ്കരമായിട്ട് വിഷമിച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ ശേഷം കുതിച്ചു വന്നു അല്ലെങ്കിൽ അമ്മ വന്നു, ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത നമ്മൾ വീട്ടിലേക്ക് വന്നത് അല്ലെ? അമ്മേനെ കണ്ടതോടുകൂടി ചിലപ്പോൾ വിഷമം വന്നിട്ടുണ്ടോ, വിഷമം അമ്മേനോട് ഷെയർ ചെയ്തിട്ടുണ്ടോ അല്ലെ? അങ്ങനെ ചെയ്യാറില്ലേ? അപ്പൊ നമ്മുടെ അതിനൊന്ന് ആശ്വാസമായി. അല്ലെങ്കിൽ ഇതേ തന്നെ ഹസ്ബൻഡ്, നമ്മളെ ഹസ്ബൻഡിനാണ് കൂടുതൽ എല്ലാരും പറയുന്നത് വിചാരിക്കും. ആ സമയത്ത് ഹസ്ബൻഡ് നമ്മുടെ വന്ന് എടുത്തിരിക്കുന്നത് സമയത്ത് പോട്ടെ കുഴപ്പമില്ല സാരില്ല എന്നൊക്കെ ഒന്ന് പറയുന്നതൊക്കെ ഭയങ്കര ആശ്വാസമല്ലേ? സമയത്ത് നമ്മുടെ എല്ലാ ഫീലിങ്സും അങ്ങ് മാറും. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രിഗേറിയസ് എന്നാണ്. അതായത് നമ്മൾ മറ്റുള്ള ആളുമായിട്ട് ഫീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് എല്ലാ മനുഷ്യരിലുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് കേട്ടോ. പേജ് നമ്പർ 148. മിസ് എന്റെ മോൻ ഇങ്ങനെ തന്നെയാ മിസ്. രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര മടിയാണ്, ഇഷ്ടമല്ല സ്കൂളിൽ പോകണം. അത് വിളിക്കാൻ ചിലപ്പോ നേരത്തെ എന്തിനാ നേരത്തെ വന്നേന്ന് ചോദിക്കും. കാരണം അവിടെ ഫ്രണ്ട്സിന്റെ വർത്താനം പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നാൽ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടുന്ന് പോവാനാണ് ഭയങ്കര മടി.
ഇതെന്നെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ആണ്. നമ്മൾ ചെറുപ്പകാലത്ത് ഉണ്ടായാലും ഇപ്പൊ വലുതായാലും ഈ അഡൽട്ടായ രീതിയിൽ അല്ലെ മുതിർന്നവരായെന്ന് വിചാരിച്ച് നമ്മുടെ ഫീലിംഗ്സിനൊന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല അല്ലെ. ഒരു കാരണമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കാരണം ഉണ്ടാവില്ല ചിലപ്പോ, പക്ഷെ അത് അങ്ങനെയാണ്. ഹ്യൂമൻ ബീങ്സ് അങ്ങനെയാണ് ഈശ്വരൻ പഠിച്ചു വിട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കും പണ്ട് കാലത്ത് ഇത് കുറവായിരുന്നു. കാരണം പണ്ട് കൂട്ടുകുടുംബായിരുന്നു. ഇപ്പൊ അണുകുടുംബം ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്, ഷെയറിങ് കുറവാണ്. അപ്പൊ അതാണ് ഒരു എന്താ പറയണ്ടേ, മാനസികമായിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അതെ. ഇനി നമുക്ക് ഇങ്ങനെ ഈ ഗ്രിഗേറിയസ് വെച്ചിട്ട് 3 രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. 3 രീതിയിലുള്ള ഒന്ന് ഇൻട്രോവേർട്ടുകളുണ്ട്, എക്സ്ട്രോവേർട്ടുകളുണ്ട്, പിന്നെ ആരാണ് ആംബിവേർട്ട് എന്ന് കേട്ടോ. ആംബിവേർട്ട് രണ്ടിന്റെ മിക്സ്ഡ് ആയിരിക്കുള്ളൂ. കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല, പറഞ്ഞുതരാം. ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻട്രോവേർട്സുകൾ? ഉൾവലിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ, ഒന്നിനും ഇടപെടില്ല. അവർക്ക് അവരുടേതായ ഒരു ചെറിയ സർക്കിളിനുള്ളിലായിരിക്കും അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞത് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്, ഹാപ്പിയാണ്, എപ്പോഴും എങ്ങനെ ഏത് സമയത്തും എങ്ങനെയൊക്കെയാണ് അല്ലെ. എങ്ങനെയൊക്കെയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ എക്സ്ട്രോവേർട്ട് കാറ്റഗറിയിലുള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാലും ചില സമയത്ത് ഇൻട്രോവേർട്ടിന്റെ ഒരു ടെൻഡൻസി വരാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഇപ്പോ ഈ ഗ്രിഗേറിയസ് പോലൊരു ടെൻഡൻസി നമുക്ക് വരും. വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇരുന്ന് വിഷമിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ഓക്കെ, ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ പറയാറുണ്ട്. തന്നെത്താനെ പറഞ്ഞ് ആശ്വസിക്കുന്ന ആൾക്കാരില്ലേ, സ്വയം പറഞ്ഞ് ആശ്വസിക്കുന്നവര്. ഞാൻ ആ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മള്. അപ്പൊ നമുക്ക് വേറൊരു ആൾക്കാരുടെ ആവശ്യമില്ല അല്ലെ. മാം, ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പുല്ലിനോട് പോലും സംസാരിച്ചിട്ട് ഇങ്ങനെ പോവും. അതെ, ഉമേരൊക്കെ എവിടെയായിരുന്നു, കാണാനേ ഇല്ല ഉമേരനൊക്കെ. ഞാൻ ഉണ്ടായിരുന്നു മാം, ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച. അപ്പൊ ആ ഒരു ഇതിലുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ പോയി വന്നിട്ട് ഇതിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാത്തെ? ആദ്യമായിട്ട് പോയിട്ടും എങ്ങനെയുണ്ടായിരുന്നു? തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഞാൻ പറയാനൊരു ഇതുകൊണ്ട് പിന്നെ ക്ലാസ് എടുക്കല്ലേ എന്നിട്ടുള്ളതില് സംസാരിക്കാൻ ഇതായി പോയി. അത് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വന്ന എല്ലാവരും അതിന്റെ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മേലൊക്കെ? നല്ലൊരു ഇത് കിട്ടി, നന്നായിട്ടൊരു ക്ലാസ് എടുക്കാനും നല്ലൊരു നമുക്കത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ മാതിരി നമ്മളുടെ മനസ്സിനൊക്കെ ഒരു ഇത് കിട്ടി. പോകുമ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഒരു എനിക്ക് ടീച്ചർ ആവാന്നുള്ള ഒരു ധൈര്യം എനിക്ക് വന്നു. സുറുമിക്കോ? സുറുമി പറഞ്ഞില്ലല്ലോ പോയിട്ട്. നല്ല എക്സ്പീരിയൻസ് ആണ് മിസ്. പിന്നെ ഭയങ്കര സൗണ്ട് വേണം, ടീച്ചേഴ്സിന് സൗണ്ട് വേണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില ടീച്ചേഴ്സ് സൗണ്ട് എടുക്കുന്നത് നമുക്ക് തന്നെ വിഷമം തോന്നും. അയ്യോ, ഇത്ര സൗണ്ട് കുട്ടികൾ എടുക്കരുതെന്ന് തോന്നും. പിന്നെ അവര് അടങ്ങിയിരിക്കില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മള് പെട്ടെന്ന് ചെല്ലുമ്പോൾ, ഒരു അപരിചിതരായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അടങ്ങിയിരിക്കാനും. ഒരാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി പുറകെ വരും. അങ്ങനെ അപ്പൊ കൺട്രോൾ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നല്ല കുട്ടികളൊരു പ്രത്യേകത, ഭയങ്കര പെട്ടെന്ന് അടുക്കും അവര്. നല്ല നിഷ്കളങ്കമായ സ്വഭാവം ഈ കുട്ടികളുടെ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തില്. നല്ല എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് പറഞ്ഞത്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എല്ലാത്തിലും എൻഗേജ്ഡ് ആവുന്ന ആൾക്കാരാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയും. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, അല്ലെ. അവരുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒരാൾ ഷെയർ ചെയ്യില്ല. ആംബിവേർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറി എന്താണ്? ഇത് രണ്ടിന്റെ മിക്സ്ഡ് ഫോം ആണ്. ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ രണ്ടിന്റെ ഇൻട്രോവേർട്ടും ആണ്, എക്സ്ട്രോവേർട്ടും ആണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കാറ്റഗറീസ് ആണ് എന്ത്? ആംബിവേർട്ട് കാറ്റഗറീസ്, പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ ഏത് രീതിയിലാണ് ഒരു ടീച്ചർ എന്ന് പറയുമ്പോ? എക്സ്ട്രോവേർട്ടാണ് ആവേണ്ടത്. ആംബിവേർട്ട് ആയാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കും. ആംബിവേർട്ട് ആണ് ആവേണ്ടത് അല്ലേ. ആംബിവേർട്ട് ആയിരിക്കണം. കാരണം അപ്പൊ 2 ഫീലിങ്സും ടീച്ചറിന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെ. ഇങ്ങനത്തെ ഉള്ള ഒരു കാറ്റഗറി മൈൻഡ് നമ്മളിൽ ഉള്ളതെടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇൻട്രോവേർട്ട് ആയിട്ട് കുട്ടികളുണ്ടാവും, എക്സ്ട്രോവേർട്ട് ഉണ്ടായിട്ട് ഇതേപോലെ 2 ഇടയിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ഇതെല്ലാവരെയും കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളിതില് എല്ലാത്തിലും കൈയും കാര്യം നിൽക്കണം അല്ലെ. അതായത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആംബിവേർട്ട് ആയിരിക്കണം എന്നാണ്
ശരിക്കും ആയിരിക്കണം. കാരണം എന്താണ്, പല രീതിയിലുള്ള കുട്ടികൾ നമുക്ക് കൈകാര്യം ചെയ്യണം. ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന കാര്യത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ ടീച്ചർ ഇങ്ങനെ ഒരു ആംബിവേർട്ട് പേഴ്സണാലിറ്റി ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് കുട്ടികളെ ക്യാച്ച് ചെയ്യാനോ അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. ഓക്കെ, ഗ്രിഗേറിയൻസ് എന്ന് പറയുന്ന ടെൻഡൻസി എന്ന് പറയുമ്പോൾ രണ്ട് ടെൻഡൻസിയുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആണ് അല്ലെ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ആശയവിനിമയം. അതായത് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇതിനെ മറികടക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ പലർക്കും പല രീതിയിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മുടെ വിഷമങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ അതിനെ മാറ്റി നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലോടൊക്കെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളോട് വന്ന് സംസാരിക്കുക. നമ്മുടെ മുഖം കണ്ടാല് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികൾ വിഷമിച്ചിരിക്കുമ്പോൾ പോയി ചോദിക്കാറില്ല എന്ത് പറ്റി, എന്താണ് കാര്യം. നിങ്ങൾ ചോദിച്ച് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ കുഞ്ഞാൽ ഓക്കെ ആവുന്നുണ്ട് അല്ലെ. എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് നമ്മളതിനെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീലിങ്സിൽ നിന്ന് ആളെ മാറ്റിയെടുക്കാറുണ്ട്. ഈ ടെൻഡൻസി എല്ലാ മനുഷ്യനിലും ഉണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെ. മറ്റുള്ളവരോട് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അല്ലെ. അതിനുള്ള ഫോം ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പർ ചാനൽ എന്നാണ് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വിഷമം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ഒരു ആംഗ്യഭാഷ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെ. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിംഗ് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ 4 ടെൻഡൻസി ആണ് പഠിച്ചത് കേട്ടോ. ഒന്ന് എക്സ്പ്ലോറേഷൻ, ഓർഡർ, റിവേർനെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നെക്സ്റ്റ് വൺ എന്താണ്, അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. അബ്സ്ട്രാക്ഷൻ പഠിക്കാനുണ്ട്. അബ്സ്ട്രാക്ഷൻ എന്താണ്? അബ്സ്ട്രാക്റ്റീവ് വേർഡ്സ് എന്നൊക്കെ പറയുന്നത് അബ്സ്ട്രാക്ഷൻ, സബ്സ്ട്രാക്ഷൻ. എന്തിനോടുള്ള ആകാംക്ഷയാണ്. ആണോ, മനസ്സിലായില്ല. എന്താണ് പറഞ്ഞേ? ആകാംക്ഷ എന്ന് പറയില്ലേ, അതാണോ? ആകാംക്ഷ, ആകാംക്ഷ അങ്ങനെയല്ലോ പറയുന്ന. ആകാംക്ഷയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് എന്നല്ലേ. അബ്സ്ട്രാക്ഷൻ, അബ്സ്ട്രാക്ഷൻ വേർതിരിച്ചെടുക്കുക എന്നുള്ളൊരു അർത്ഥല്ലേ. വേർതിരിച്ചെടുക്കുക, ഏതിൽ നിന്നും എന്താ പറയാ, എല്ലാം മനസ്സിലാക്കി എടുക്കുക, വേർതിരിച്ചെടുക്കുക എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് വന്നാല് നമുക്കൊരു ഫിസിക്കൽ വേൾഡ് ഉണ്ട് അല്ലെ. നമ്മുടെ ഫിസിക്കൽ വേൾഡിന് ചുറ്റും ഫിസിക്കൽ വേൾഡിനപ്പുറം ചിന്തിക്കാതെ നമ്മൾ പലതരത്തിൽ നമ്മൾ ഐഡിയാസ് രൂപപ്പെടുത്താറുണ്ട് അല്ലെ. നമുക്ക് നമ്മളുടേതായ കുറെ തോട്ട്സുകൾ വരാറില്ലേ, ഐഡിയാസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരാറുണ്ട്. യെസ്, അങ്ങനെ ഉടലെടുത്ത് വരുന്ന അത്തരം കഴിവിനെയാണ്, അത്തരം ടെൻഡൻസിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ വേൾഡിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നില്ല. യെസ്, അതായത് വേറെ കുറച്ചുകൂടി പറഞ്ഞാല് എന്താ പറയാ, മനുഷ്യനെ സംബന്ധിച്ച് പല പല ഐഡിയാസ് കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട് അല്ലെ. പല പല രീതിയിൽ നമ്മൾ എന്താണ്, ഇപ്പൊ ഒരു പ്രശ്നത്തെ പല രീതിയിലല്ലേ ഓരോരുത്തർ നോക്കിക്കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഇറാനിൽ നടക്കുന്ന ഈ സംഭവത്തിന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ആംഗിളിലല്ലേ നോക്കിക്കാണുന്നത്, ആണോ? ആ ചോദിച്ചപ്പോ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അബ്രോഡ് ഉണ്ടോ, പുറത്തുണ്ടോ ആരെങ്കിലും? ഇതുവരെ സേഫ് ആണെന്ന് പറഞ്ഞു. കഷ്ടമാണ് ഈ ഒരു നോമ്പ് കാലത്ത് ഇങ്ങനെ ഒരു ന്യൂസ് നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. എന്റെ അനിയത്തിയുടെ ഹോസ്പിറ്റലിലൊക്കെ മുകളിൽ കൂടെ മിസൈലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അനിയന്റെ ഓഫീസിന്റെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കുവൈറ്റില്. സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയാറുണ്ട്. അനൗൺസ് ചെയ്യുന്ന എല്ലാം ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അനൗൺസ് ചെയ്യുന്ന ഇവിടെ എല്ലാം അലേർട്ട് കൊടുക്കുന്നതെല്ലാം വോയിസ് എല്ലാം ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. എന്തൊരു കാലഘട്ടമാണല്ലേ. ഒരു സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷം. എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ ബ്രദർ ഉണ്ട്,
ആണോ? അനിയത്തിന്റെ ഭർത്താവുണ്ട്, ചേച്ചിന്റെ ഭർത്താവുണ്ട്, എല്ലാവരും പുറത്താ. എല്ലാവരും പുറത്താണല്ലേ? ബ്രദറിന്റെ വൈഫ്, കുട്ടി. അതാണ് പോരാനും പറ്റാത്ത അവസ്ഥ. അതെ, എല്ലാ ഗതാഗത സംവിധാനങ്ങളും ക്ലോസ് ചെയ്താക്കിയാണ് ഇപ്പൊ. കാരണം നമ്മള് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പോകുന്ന ഇടയിലും എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് അതെ, ചെയ്തത്. സേഫ്റ്റിയാണ്. ഒന്നും ഉണ്ടാവില്ല, പ്രാർത്ഥിക്കാൻ നമുക്കല്ലേ, നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒന്നും ഉണ്ടാവില്ല. അവരും പറയുന്നത് അതാണ്, പ്രാർത്ഥിക്കുക നന്നായിട്ട് എന്നാണ് അവരും പറയുന്നത്. അതെ, വേറെ ഒന്നും ചെയ്യാനുള്ളൊരു നിർവാഹമില്ല. പക്ഷെ എന്തിനാണല്ലോ ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ? അവരത് വിചാരം അവരതാണ് ശരി എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതെ, ഒരു നല്ലൊരു ചിന്താഗതി ഉള്ള ആൾക്കാരും ഇത് ചെയ്യില്ല. എന്തിനാണ് ഇങ്ങനെ ഇത് നഷ്ടപ്പെടുന്നത്? ഒരു നിരപരാധികളുടെ ജീവിതങ്ങളാണ് കുറെ. അതാണ് പ്രശ്നം. അതെ, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ പെടുന്നത് നിരപരാധികളായ കുറെ ജനങ്ങൾ. എന്താ ചെയ്യ? ഈ മലയാളികളുണ്ട് ഇപ്പൊ എല്ലാവർക്കും മലയാളികളുണ്ട്, കൂടുതലാണ്. ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അതെ മാം, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാം. കുറെ ന്യൂസുകൾ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറെ റോങ് ആയിട്ടുള്ള ന്യൂസുകൾ വേറെ രാജ്യങ്ങളിൽ നടന്ന പഴയ കാലത്തേക്ക് കുട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഇടുന്ന പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. അങ്ങനെ റോങ് ആയിട്ട് കുറെ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അവര് സേഫ് ആണെന്ന് പറയുന്നത് ഓക്കെ, പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതുവരെ പറ്റിയിട്ടുണ്ട്. മിസ്സേ, ഞങ്ങളുടെ ഫാമിലിയുടെ ബന്ധു ഇസ്രായേലിലാ. ആണോ? സേഫാന്നാ പറഞ്ഞത്. ഇന്നലെ അവർക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. എന്താ പറയാല്ലേ, നമുക്കൊന്നും പറയാനില്ല. ഇവിടെ അബ്സ്ട്രാക്ഷൻ മീൻസ് അമൂർത്തീകരണം. അതായത് നമ്മൾ പല കാര്യങ്ങൾ പല രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെ. ഇപ്പൊ കുട്ടികളെ കൊണ്ട് നമ്മള് ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞെന്ന് വിചാരിക്കണം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താണ് ഒരു വിഷയം കൊടുത്തിട്ട് അവനോട് എന്ത് പറയും, കഥ പറയാനോ അത് എഴുതാനോ പറയും. കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഏത് മെത്തേഡായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്? അബ്സ്ട്രാക്ഷൻ മെത്തേഡാണ്. എന്താണ് അബ്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ സൂര്യൻ, ആന അല്ലെങ്കിൽ ഒരു ആമയും മുയലിനെയും കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആമയും മുയലിനെ കുറിച്ച് ഒരു കഥ പറയാൻ പറഞ്ഞു. ഓക്കെ, കുഞ്ഞ് കേട്ടിരിക്കുന്ന കഥയും കുഞ്ഞ് പറയുന്ന കഥയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്? അവന്റെ ചിന്താഗതിയിൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമേ അവന്റെ നിന്ന് ആ ഒരു സ്റ്റോറി പുറപ്പെടുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? കുട്ടിയുടെ ഭാവന, കുട്ടി എങ്ങനെയാണോ ചിന്തിക്കുന്നത് അല്ലെ, അതിനനുസരിച്ചിട്ട് മാത്രമേ അവന്റെ വേർഡ്സും കാര്യങ്ങളും തോട്ട്സ് രൂപപ്പെടുന്നെങ്കിൽ എന്താണ് അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് അമൂർത്തീകരിച്ചാലും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് മലയാളം വേർഡാണ് അബ്സ്ട്രാക്ഷന്റെ മലയാളം വേർഡാണ് അമൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകള്, ഓരോ വ്യക്തികളുടെ ചിന്തകൾ എന്താണ് വ്യത്യസ്തമാണ് അല്ലെ. വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. കുഞ്ഞിനൊരു ടീം കൊടുത്തു, ഇന്ന രീതിയിൽ നിങ്ങൾ കഥ പറയാൻ പറഞ്ഞാൽ അവൻ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് അവൻ കഥ പറയുള്ളൂ. അത് ടീച്ചർ പറഞ്ഞ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അതേപോലെ അവൻ പറയണമെന്നുണ്ടോ? നിങ്ങള് അമ്മേനെ മുയലിനെ പറ്റി ഇതുപോലെ തന്നെ പറയണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ കുഞ്ഞ് അതുപോലെ തന്നെ പറയണമെന്നുണ്ടോ? ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോ കഥയിൽ വേറെ കഥാപാത്രങ്ങൾ വന്നിരിക്കും അല്ലെ. പിന്നെ കഥ നടക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെ പല പല വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. അതായത് എന്തുകൊണ്ടാണ് അവൻ ചിന്തിക്കുന്നത് എങ്ങനെയാണോ അതാണ് അവനിൽ ഉടലെടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരാള് കേൾക്കുന്ന ആള് അടുത്ത ആളിലേക്ക് എത്തിക്കുമ്പോ അത് വേറെ ലെവലിലാവും. അടുത്ത ആളിലേക്ക് എത്തിക്കും അല്ലേ, അങ്ങനല്ലേ? അത് യെസ്, കാര്യം പറയാം. അതായത് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ ഇതുപോലെ കുഞ്ഞിനോട് കഥ മാത്രമല്ല, നമ്മളിത് പടം വരയ്ക്കാൻ പറഞ്ഞാൽ പോലും എന്താണ് അവരവരുടേതായ രീതിയിലല്ലേ വരയ്ക്കുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ വരയ്ക്കണമെന്നുണ്ടോ? ഇല്ല. ഓരോരുത്തർക്കും എന്തുണ്ട്, ഓരോ ടെൻഡൻസി ഉണ്ട്. അതായത് അബ്സ്ട്രാക്റ്റീവ് ടെൻഡൻസി എല്ലാ മനുഷ്യരിലുണ്ട്. അതായത് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു ഞാൻ അതേപോലെ ചെയ്യും അല്ലെ. ഞാൻ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതാണ് വരയ്ക്കുള്ളൂ. ഞാൻ എന്ത് ഭക്ഷണവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആ ഭക്ഷണം ഉണ്ടാവുള്ളൂ അല്ലെ. ചിലപ്പോൾ നമ്മളിപ്പോ യൂട്യൂബിൽ റെസിപ്പീസ് നോക്കി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ഭാഗമായിട്ടല്ലേ അത് രൂപപ്പെടുന്നത് അല്ലെ. യൂട്യൂബിലെ റെസിപ്പിയാണ് നിങ്ങൾ നോക്കി ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ ആ ഒരു ചിന്ത അനുസരിച്ചിട്ടുള്ള ഒരു ഡിഷ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കറക്റ്റ് അളവും കാര്യങ്ങളാണെങ്കിലും നിങ്ങളാണത് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഒരു വ്യത്യാസം വരുന്നത്.
ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. ഇപ്പൊ ഈ ഒരു ടെൻഡൻസി എല്ലാ മനുഷ്യനിലും ഉണ്ട്. അതായത് പല കാര്യങ്ങളെ കുറിച്ച് പല രീതിയിൽ ചിന്തിക്കുക. ഇപ്പൊ കാര്യങ്ങളാണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്താണ് അവരുടേതായ രീതിയിൽ നമ്മൾ ഡിസ്കഷൻ മെത്തേഡൊക്കെ കൊടുക്കില്ലേ കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഒരു ടോപ്പിക് കൊടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ 5 കുട്ടികളിൽ 10 കുട്ടികളുണ്ടാവും. 10 കുട്ടികളും 10 രീതിയിലായിരിക്കുമല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. 10 അഭിപ്രായങ്ങളായിരിക്കും ആ ടോപ്പിക്കിനെ പറ്റി. 10 അഭിപ്രായമായിരിക്കില്ല കുഞ്ഞ് പറയുന്നത്. അവര് മനസ്സിലാക്കുന്ന പല രീതിയിലല്ലേ മാം? എന്തോ അവര് മനസ്സിലാക്കുന്ന പലതും പല രീതിയിലായിരിക്കും. അല്ലാതെ ഡിഫറെന്റ് ആംഗിളിലാണ് ഓരോ കാര്യത്തെ നോക്കി കാണുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണ് അവരവിടെ പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് ടോപ്പിക് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരും വ്യത്യസ്തതയുണ്ട്. അതിനാൽ തന്നെ ഓരോരുത്തർ ചിന്തിക്കുന്നതും വ്യത്യസ്തമായിട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇപ്പൊ തന്നെ തീരുമല്ലോ ചാപ്റ്റർ. ക്യൂരിയോസിറ്റി. നെക്സ്റ്റ് ടെൻഡൻസി ആണ് ക്യൂരിയോസിറ്റി. വാട്ട് ഈസ് ക്യൂരിയോസിറ്റി? ജിജ്ഞാസ, ആകാംക്ഷ, ജിജ്ഞാസ. ഓക്കെ, ഇപ്പോഴാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടികൾ ക്യൂരിയോസിറ്റി ആയിട്ട് ജിജ്ഞാസ നടത്തുന്ന ഒരു ചുറ്റുപാടാണ് അല്ലെ. എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ഉടലെടുക്കുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ എന്തിനൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത്? എന്ത് കാണുമ്പോഴാണ് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്? അതിപ്പോ ഒരു ചെടി കണ്ടാലും ചോദിക്കും, ഇത് നട്ടാ അതുണ്ടാവോ, ഈ ഇല നട്ടാ ഈ ചെടി ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കും മോനൊക്കെ. അപ്പൊ പയറ് നട്ടാലാണ് ഉണ്ടാവുക, പയർ എടുത്തുണ്ടോ, ഇത് നട്ടാ ഉണ്ടാവോ. അപ്പൊ മൂക്കാത്തതാണെങ്കിലും അത് കൊണ്ടുപോയി നടാൻ നോക്കും. അപ്പൊ എന്തുണ്ടായാലും അവർക്കൊരു ജിജ്ഞാസയുള്ള പ്രായമാണല്ലോ. അതെ, അതായത് കുട്ടികൾ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനും അതിനെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂരിയോസിറ്റി. അതായത് ഈ ക്യൂരിയോസിറ്റിയും എക്സ്പ്ലോറേഷനും തമ്മിൽ ഭയങ്കര കണക്ഷൻ ആണ് അല്ലെ. രണ്ടും ഒരേപോലെ നിൽക്കുന്നത്. അതായത് ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് കുഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെ. അത് എന്താണ് കുഞ്ഞിന് കണ്ടെത്തണമെങ്കിൽ എന്താണ് ഈ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ എന്നൊരു ടെൻഡൻസി കുട്ടിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ചുറ്റുപാട് പല സാധനങ്ങൾ കണ്ടു അല്ലെ, അത് കുഞ്ഞിന് എന്താണ് അതെന്താ, അതിപ്പോ ചുമന്ന കളറുള്ള പൂക്കൾ കണ്ടു അല്ലെങ്കിൽ മഴ പെയ്യുന്ന എന്താണ് അല്ലെ, ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് കാരണം അറിയില്ല അല്ലെ. അതൊക്കെ കണ്ടെത്താണ്. നമ്മളോട് ചോദിക്കുമ്പോ എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത് ചോദിക്കാറില്ലേ നിങ്ങള്? ഇവിടെ നിന്നാണ് മുകളിൽ നിന്ന് വെള്ളം വരുന്നത്. ഭയങ്കര സംശയങ്ങളാണ്. അതൊക്കെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഉടലെടുക്കുന്ന പ്രവണതകളാണ് മനുഷ്യന്റെ. ഈ ക്യൂരിയോസിറ്റി എന്നൊരു ടെൻഡൻസി നമ്മളിൽ ഇപ്പോഴും നിന്നിട്ടുണ്ടോ? മുതിർന്നവരിൽ നിന്ന് പോയിട്ടുണ്ടോ? ഇല്ല. ലൈഫ് ലോങ് നമുക്ക് എന്തെന്താ എക്സ്പ്ലോറേഷൻ ഉള്ളത് പോലെ തന്നെ ക്യൂരിയോസിറ്റി ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, ഇനി ചില പക്ഷികളൊക്കെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികളെ സംബന്ധിച്ചാൽ അത് കണ്ടു കഴിയുമ്പോൾ അമ്മ എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. കുഞ്ഞോള് ചോദിക്കും അങ്ങനെ എന്ത് കാര്യങ്ങളും. ഇടി വെട്ടുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്, അവിടെ എന്തിനാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. ഭയങ്കര ചോദ്യങ്ങളാണ് അല്ലെ. ചോദ്യങ്ങൾ വരാൻ കാരണം എന്താണ്? ഈ ഒരു പ്രവണത നമ്മളുടെ ബിഹേവിയർ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനും അതിനെ കണ്ടെത്താനായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ആ ഒരു വ്യഗ്രതയ പ്രവണതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂരിയോസിറ്റി എന്ന ടെൻഡൻസി ആയിട്ട് നമ്മൾ മോണ്ടിസോറി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോ മോണ്ടിസോറി അപ്പാരറ്റസ് പഠിപ്പിക്കില്ല, മെറ്റീരിയൽസ്. പിങ്ക് ടവർ പഠിപ്പിക്കാന്ന് വെച്ചോ. പിങ്ക് ടവർ എന്താണ് അതിന്റെ പഠനം എന്നറിയാൻ കുട്ടികൾക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കുള്ളൂ. ഓക്കെ, അതായത് എങ്ങനെയാണ് അവർ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ബ്രൗൺ സ്റ്റെയർ ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നും. നല്ല വലിയ ക്യൂബുകൾ, ക്യൂബോർഡ് ഷേപ്പുള്ള ക്യൂബുകളാണ്. മെറ്റീരിയൽസിനെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ. ബ്രൗൺ സ്റ്റെയർസ് കണ്ടിട്ടുണ്ടോ അല്ലേ? കണ്ടില്ലേ? പ്രാക്ടിക്കലി വന്നപ്പോ ബ്രൗൺ സ്റ്റെയർ കണ്ടില്ലേ? ഹലോ, പ്രത്യേകത ബ്രൗൺ സ്റ്റെയർ പ്രത്യേകത എന്താ? അതൊരു സ്റ്റെപ്പ് പോലെ ആ 1 സെന്റിമീറ്ററിന്റെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടാവും. കോൺസെപ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഓരോന്ന് കാണുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയാനായിരിക്കും അവർക്ക് എന്തുണ്ടാവുക, ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അത് എന്താണെന്ന് കണ്ടെത്താനായിട്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ക്യൂരിയോസിറ്റി അവിടെ നിൽക്കുന്നുണ്ടോ? എന്താണെന്ന് പറഞ്ഞു കൊടുത്താലും ക്യൂരിയോസിറ്റി അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. പിന്നെയും ചോദിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ക്യൂരിയോസിറ്റി എന്ന ടെൻഡൻസി മനുഷ്യരിൽ ഒരിക്കലും
അവസാനിക്കുന്നത്, സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മുടെ ഡെവലപ്മെന്റ് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് ഒരു ആജീവനാന്ത പ്രക്രിയ കൂടിയാണ്. എന്ത് ഒരു ടെൻഡൻസിയാണ്, ആജീവനാന്ത പ്രവണതയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂരിയോസിറ്റിയും എക്സ്പ്ലോറേഷനും ഇന്റർ റിലേറ്റഡ് ആണ്. രണ്ടും ഇന്റർ കണക്ഷൻ ഉള്ളതാണ് കേട്ടോ, രണ്ട് പ്രവണതകൾ. ഓക്കെ, ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ, മറ്റൊന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ. മനസ്സിലായോ? അപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെൻഡൻസി അവരെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ചുറ്റുമുള്ള കാര്യങ്ങളെ കണ്ടെത്താനും അറിയാനായിട്ടുള്ള ആ കുട്ടികളിൽ ആ ഒരു തരത്തിലുള്ള ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യൂരിയോസിറ്റി എന്ന ടെൻഡൻസി കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, ഈ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ? നിങ്ങൾ പലതും പഠിക്കുന്നത് എന്താണ്? അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അവരുടെ ആ ഒരു പ്രവണത കൊണ്ടാണ് പലതും കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ലാതെങ്കിലോ, അങ്ങനെ ടെൻഡൻസി ഇല്ലെങ്കിൽ നമ്മളുടെ പല കാര്യങ്ങളും ഇപ്പൊ മനുഷ്യരുടെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാവില്ല. എക്സ്പ്ലോറേഷൻ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മളിപ്പോ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ ഒരു മനുഷ്യന്റെ ചിന്താഗതിയുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടായത് അല്ലെ? ടെക്നോളജിക്ക് വികസിക്കാൻ കാരണം എന്താണ്? എക്സ്പ്ലോറേഷൻ, ക്യൂരിയോസിറ്റി പറഞ്ഞ എല്ലാ ടെൻഡൻസിയും ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇനി കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് വരെ ഉണ്ടായത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ പ്രത്യേകത തന്നെ എന്താണ്? കുട്ടികളെ സ്വതന്ത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വിടുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് അല്ലെ? കുട്ടികളെ സ്വതന്ത്രമായിട്ട് അല്ലെ, ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്ന് എന്താണ്? അവർക്ക് പല പല കാര്യങ്ങളും അവര് തന്നെ കണ്ടെത്തി പഠിക്കുകയാണ്. ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. നമ്മളിപ്പോ എത്ര ടെൻഡൻസി പഠിച്ചു? പഠിച്ചു 1 2 6 6 ഏതൊക്കെയാണ്? അബ്സ്ട്രാക്ഷൻ, exploration and order, gregariousness and communication, abstraction and curiosity. 6 6 ടെൻഡൻസി. എത്ര ടെൻഡൻസിയാണ് പഠിക്കാനുള്ളത് അല്ലെ? മാറ്റുന്നതുണ്ടായില്ലേ? മാനിപ്പുലേഷൻ, ഏതോ ഒരെണ്ണം ഡ്യൂപ്ലിക്കേഷൻ 2 വന്നുകൊണ്ട് ഇത് മാറ്റി മാനിപ്പുലേഷൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. എഴുതാത്തവരത് എഴുതിയെടുക്കാം കേട്ടോ. 8ാമത്തത് പിന്നെ 2ാമത്തെ തന്നെ പിന്നെയും ആവർത്തിച്ചു ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് മാറ്റി മാനിപ്പുലേഷൻ മാറ്റിയിട്ടുണ്ട്. മാം ഒന്നുകൂടെ പറയാമോ? 2ാമത്തെ പോയിന്റ് ഉണ്ടോ? ആവർത്തനം, ഡ്യൂപ്ലിക്കേഷൻ. അത് തന്നെ 8ാമത്തേലും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 8ാമത്തെ പോയിന്റ് ആയിട്ട് അവിടെ മാനിപ്പുലേഷൻ നടത്താം കേട്ടോ. മാനിപ്പുലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് മാറ്റിയായിരുന്നു. മാറ്റി തന്നിരുന്നു. ഇന്ന് കേറാത്ത കുട്ടികൾ എന്തെങ്കിലും കേട്ടോട്ടെ, അറിഞ്ഞോട്ടെ നോക്കി പറഞ്ഞതാണ്. ഓക്കെ, അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ ടെൻഡൻസിയും ഒരുമിച്ച് പഠിക്കണ്ട. പിന്നെ മാം ഇന്ന് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ എടുത്തോന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു അരമണിക്കൂർ ലേറ്റ് ആയി പോയി. ആണോ? എനിക്ക് അതെ മാം, എനിക്ക് 12-ന് സോറി, ഞാൻ ലേറ്റ് ആയതുകൊണ്ട് സോറി മാം ക്ലാസ്സിന്. കാരണം എനിക്ക് 12-ന് എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ വെളിയിലായിരുന്നു. ഞാൻ 12-ന് എനിക്ക് ക്ലാസ്സിന്, അതാണ് ഞാൻ 12:30 കഴിഞ്ഞു കയറിയപ്പോ. അപ്പൊ എനിക്ക് ചോദിക്കാൻ, ഞാൻ അതാണ് മാമിന്റെ ക്ലാസ് കണ്ടിന്യൂ കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. ഞാൻ റെഡി ആയിരുന്നു മാം, ഇതെല്ലാം സെമിനാർ ഞാൻ റെഡി ആക്കിയാണ് വെച്ചിരുന്നത്. പക്ഷെ എനിക്ക് 12-ന് കയറാൻ പറ്റില്ല, സോറി. അതെ, എൻ്റെ ടോപ്പിക് ആയിരുന്നു ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അതെ ഞാൻ റെഡിയാണ് മാം. മാമിന്റെ ക്ലാസ് തീർന്നാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ലാസ്റ്റ് എടുത്തോളൂ. എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. യെസ് മാം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ ലേറ്റ് ആയിരുന്നു. ക്ലാസ്സിൽ സ്റ്റഡി ചെയ്ത് ക്ലാസ്സിൽ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മാം പറഞ്ഞിരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്.
ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്രൗണ്ട് വാട്ടർ ഡിഫ്ലക്ഷൻ. അതൊരു സെമിനാർ ബേസിൽ ഇപ്പം വന്നിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത് സെമിനാർ പ്രസന്റേഷനിൽ ഗ്രൗണ്ട് വാട്ടർ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ എന്നാണ് അർത്ഥം. ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാവുന്ന കുറവ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് കോസസ്. അതിന്റെ എന്തൊക്കെയാണ് കോസസ് നമുക്ക് നോക്കാം. എന്തൊക്കെ കൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ മെയിൻ ആയിട്ട് ഡിപ്ലീഷൻ ആവുന്നത്, കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഉണ്ടാവുന്നത് റെഫേഴ്സ് ടു ദ ലോങ് ടേം കൺസിസ്റ്റന്റ് ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ. ലോങ് ടേം ആയിട്ട് ഇപ്പം ഒരു കുറച്ച് ഒരു 1 മന്തിന് വേണ്ടി 1 വീക്കിന് വേണ്ടി ഗ്രൗണ്ട് വാട്ടർ ലെവല് ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലീഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു ലോങ് ടേം ആയിട്ട്, അതായത് ഒരു 1 വീക്ക് 1 മന്ത് അതെല്ലാം കഴിഞ്ഞ് തന്നെ അത് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ ഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ലെവല് ഡൗൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ നടക്കുകയാണ്. അതായത് അത് ലോവറിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കറിംഗ് വെൻ വാട്ടർ എക്സ്ട്രാക്ഷൻ എക്സീഡ്സ് നാച്ചുറൽ റീചാർജ് റേറ്റ് കുറഞ്ഞു വരുമ്പോൾ, അതായത് നാച്ചുറലി തന്നെ ഈ എക്സ്ട്രാക്ഷൻ വന്നിട്ട് കുറയുന്നു. അതായത് അത് റീചാർജിങ് ടേബിൾ, ഈ നമ്മുടെ ഒരു ടേബിൾ ലെവൽ കാണിക്കാറുണ്ട്, വാട്ടർ ലെവൽ എത്ര വേണം എന്നുള്ളത്. അതിന്റെ ലെവല് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റീചാർജിങ് കുറവാണ് നടക്കുന്നത്, വാട്ടർ ലെവൽ അപ്പാവുന്ന നടക്കുന്നില്ല. അതിന്റെ കൂടെ വാട്ടർ എക്സീഡ് ആയിട്ട് യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മെയിൻലി പറയും അവിടെ ഡിപ്ലീഷൻ നടക്കുകയാണ്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൗണ്ട് വാട്ടർ പ്രൊവൈഡ്സ് നിയർലി 95% ഓഫ് ദ ഫ്രഷ് വാട്ടർ റിസോഴ്സ്. ഗ്രൗണ്ട് വാട്ടറിൽ 95% വന്നിട്ട് ഫ്രഷ് വാട്ടർ റിസോഴ്സ് ആണ്. ആൻഡ് വൈറ്റൽ ഫോർ ഡ്രിങ്കിങ് വാട്ടർ, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. 95% ഫ്രഷ് വാട്ടർ ആണ്. ഫ്രഷ് വാട്ടർ റിസോഴ്സിൽ വൈറ്റൽ ആയിട്ടും ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, അഗ്രികൾച്ചർ യൂസിനുണ്ട്, ഇൻഡസ്ട്രിയൽ യൂസിനുണ്ട്. ഇതെല്ലാമാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ റാപ്പിഡ് ആയിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഡിപ്ലീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കറന്റ് സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ലെവലിൽ, അതായത് നമ്മൾ ഈ കൺട്രി ഇന്ത്യ മാത്രം എടുക്കണ്ട, ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ഗ്ലോബലി അത് നോക്കുമ്പോൾ റാപ്പിഡ്ലി അതായത് വേഗത്തിൽ വളരെ ഫാസ്റ്റില് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഡിപ്ലീഷൻ നടക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാട്ടർ ബോഡീസിന്റെ ലെവല്. എസ്പെഷ്യലി ഇൻ ഏരിഡ് സോൺസ് ആൻഡ് ഹെവിലി ഫ്രെയിംഡ് റീജിയൻസ് ലൈക്ക് നോർത്ത് വെസ്റ്റ് ഇന്ത്യ, ചൈന, US, സൗത്ത് വെസ്റ്റ്. ഈ കൺട്രീസിലാണ് കൂടുതൽ രീതിയിൽ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ കുറയുന്നത്. നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുന്നെന്ന് പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് കുടിക്കാനും അങ്ങനെയുള്ള നമ്മുടെ വൈറ്റൽ യൂസസിനുള്ള വേറെ വാട്ടർ ഒന്നും കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ല. ഗ്രൗണ്ട് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ റെഗുലർ യൂസ് ഓഫ് വാട്ടർ ആണ്. ഇത് നമുക്ക് വേറെ, അതായത് ഇപ്പൊ നമുക്ക് ഓഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ, നമ്മുടെ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ, ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഭാഗം ബ്ലൂ കളറിലാണ് കാണിക്കുന്നത്. നമുക്ക് ആ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കൂടുതൽ ഭാഗം ബ്ലൂ കളറിൽ കാണിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിൽ കവർ ചെയ്തിരിക്കുന്ന ഭാഗം എല്ലാം തന്നെ വാട്ടർ പോർഷൻസ് ആണ്. അതായത് വേൾഡ് കൂടുതലും കവറായി നിൽക്കുന്ന ലാൻഡ് ഏരിയ കുറവും വാട്ടർ ഏരിയ കൂടുതലുമാണ്. പക്ഷെ വാട്ടർ ഏരിയക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ, ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ, നമ്മുടെ എന്താ പറയണ്ടേ, അനിമൽസ്, ബേർഡ്സ്, നമ്മളെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ, നമ്മുടെ വൈറ്റൽ യൂസിനുള്ള, കുക്കിംഗ്, ഇൻഡസ്ട്രിയൽ യൂസിനുള്ള ഈ വാട്ടർ എല്ലാം വളരെ റെയർ ആണ്, കുറവാണ്. അതായത് ഇപ്പൊ 100% നോക്കി കഴിഞ്ഞാൽ എത്ര 45% ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ബാക്കി ഒരു 70% അടുപ്പിച്ച് വരുന്ന അതായത് നോൺ യൂസബിൾ വാട്ടർ ആണ്. അതായത് സീ വാട്ടറിലേക്ക് നമുക്ക് ആ സീ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കൂടുതൽ നിൽക്കുന്നത്. ഇനി കീ കോസസ് ഓഫ് ഡിപ്ലീഷൻ, ഈ വാട്ടർ കുറയുന്നതിന്റെ കീ കോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓവർ എക്സ്ട്രാക്ഷൻ ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്നത് ഓവറായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഈ വെള്ളം അഗ്രികൾച്ചറിന് യൂസ് ചെയ്യാവുന്നു. 70 to 87% ആണ് റേഷ്യോയിൽ കാണിക്കുന്നത്. 70 to 87% എന്ന് പറഞ്ഞാൽ അതൊരു ഹയർ എമൗണ്ട് ആണ്. എത്രയാണോ അഗ്രികൾച്ചറിന് വേണ്ടുന്നത് അതിനെക്കാട്ടിയും കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നു. ലൈക്ക് നമുക്ക് തന്നെ ആലോചിക്കാം, നമ്മളൊരു ഗാർഡനിങ് വേണ്ടി ജസ്റ്റ് നമ്മുടെ ഒരു വീട്ടിലൊരു പൈപ്പ് എടുത്തിട്ട് നമ്മൾ അതിനിങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ എക്സസ് വാട്ടർ എടുത്ത് കളയാറുണ്ട്. അതായത് ലൈക്ക് നമുക്കൊരു ആവശ്യത്തിന് നമ്മളൊരു കപ്പിലോ വക്കറിലോ എടുത്തുകൊണ്ട് പോയി ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും വെള്ളം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു ഓസ് എടുത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഗാർഡനിങ്, നമ്മുടെ ചെറിയൊരു ഗാർഡൻ ഇത്ര ഒരു സ്പേസിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ അതിൽ അടിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം അവിടെ യൂസ് ചെയ്ത് കളയുന്നു. അതേ സമയത്തിന് അതുപോലെ നമ്മളിപ്പം വലിയ ഫാം ഏരിയാസിലൊക്കെ ലാർജ് ഏരിയയിൽ ഇവർ യൂസ് ചെയ്യുമ്പോൾ എത്രമാത്രം അനാവശ്യമായിട്ട് വാട്ടർ ഡ്രിപ്പ് ചെയ്ത് കളഞ്ഞെന്ന് ആലോചിക്കാം.
അതുപോലെ എന്നാൽ നമുക്കത് യൂസ്ഫുള്ളതാണ്, അഗ്രികൾച്ചർ വേണ്ടുന്നതാണ്. പക്ഷെ അവിടെ വേണ്ടുന്ന വാട്ടർ മാത്രം മതി. അതിനെക്കാട്ടിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് ഡിപ്ലീഷൻ ആവുന്നത്, അതായത് വെള്ളം കുറഞ്ഞു വരുന്നത്. ഫാമിംഗ് ഓഫൺ ത്രൂ സസ്റ്റൈനബിൾ ഇറിഗേറ്റഡ് പമ്പിംഗ്, അതായത് അൺസസ്റ്റൈൻഡ് ആയിട്ടുള്ളതും അൺഇറിഗേറ്റഡ് ആയിട്ടുള്ള പമ്പിംഗ് വഴിയാണ് ഇവർ ചെയ്യുന്നത്. അതായത് അണ്ടർഗ്രൗണ്ടിൽ പോയി പ്രസ് ചെയ്തെടുത്ത് വെള്ളത്തിനെ അതിന് യൂസ് ചെയ്യുന്നു. അർബനൈസേഷൻ ആൻഡ് ഡീഫോറസ്റ്റേഷൻ, മരങ്ങളെ വെട്ടിക്കളയുന്നതും അർബനൈസേഷൻ കൂടുതൽ നടക്കുന്നതും ഇതും ഒരു പ്രോബ്ലമാണ്. എന്താണ് നമ്മുടെ വാട്ടർ ഡിപ്ലീഷന്റെ. ക്ലൈമറ്റ് ചേഞ്ച്, നമുക്കിപ്പം കണ്ടുവരുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ കേരളയിലെ ക്ലൈമറ്റ് എന്തുമാത്രം ഹയർ രീതിയിലാണ് കുറഞ്ഞു വരുന്നത്. ഇത് ക്ലൈമറ്റ് ചേഞ്ച് ആയി വരുന്നത് നമുക്കറിയാം. നല്ല ചൂട് ഇപ്പൊ കൂടി വരെയാണ്. സാധാരണ നോർത്തേൺ പ്ലേസസിൽ മാത്രം നമുക്ക് ഇന്ത്യക്കകത്ത് കാണാൻ പറ്റുന്നുള്ളത് നമുക്ക് AC വേണം, അതായത് അവിടെ നോർമൽ എന്താ പറയണ്ടേ ചൂട് സമയമാകുമ്പോൾ ഫാൻ മാത്രം ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മിനിമം ഒരു കൂളറെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ ഈ ചൂട് സമയം. അതുപോലെ ആയി വരികയാണ് ഇപ്പൊ കേരളം, നമുക്ക് കണ്ടറിയാൻ പറ്റും. പിന്നെ നേരത്തെയൊക്കെ ആണെങ്കിൽ നോർമൽ ഫാൻ മതി ഇപ്പൊ, പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പൊ ആ ഒരു കണ്ടീഷൻ ഓരോ വീടുകളിലും നമുക്ക് എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രോബ്ലം കാരണമാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? ഡിപ്ലീഷൻ ഓഫ് വാട്ടർ കാരണം, ഗ്രൗണ്ട് വാട്ടർ കാരണമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. പിന്നെ ലാസ്റ്റ്ലി പറയുകയാണെങ്കിൽ സബ്സൈഡ്സ് ആൻഡ് പോളിസീസ്, കുറച്ച് പോളിസീസ് ഗവൺമെന്റ് പറയുന്നത് നമ്മളത് പാലിച്ചേ പറ്റൂ. ലാർജ് സബ്സൈഡ്സ് ഫോർ എന്താ പറയുന്നത്, ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ട്, ഇലക്ട്രിക്കൽ പവറിന് വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ രീതിയിൽ എടുക്കുന്നു. ആ വെള്ളവും ഏതാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വാട്ടർ ആണ്, നമ്മുടെ ഈ നോർമൽ വാട്ടർ തന്നെയാണ് അതിന് യൂസ് ചെയ്യുന്നത് കറണ്ട് ജനറേറ്റ് ചെയ്യാനും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇത് പോവുകയാണ്. എന്താണ്? ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വാട്ടർ ടേബിൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ വാട്ടർ ടേബിളിന്റെ ലെവൽ വന്നിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൂടേണ്ട ഈ വാട്ടർ ടേബിൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. കാരണം അതിൽ അപ്ഗ്രേഡ് ആവുന്ന രീതിയിൽ ആരും ഒന്നും ചെയ്യുന്നില്ല. ഫോറസ്റ്റ്, അതായത് ചെടികൾ നിറയെ വച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരാളെ കൊണ്ട് ഇത്ര ഒരു ചെടി ഒരു ഇയറിൽ വയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് അത് നടക്കുന്നില്ല. എൻവയോൺമെന്റ് നമ്മൾ നേരെ കട്ട് ചെയ്തിട്ട് ഡീഫോറസ്റ്റേഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഡീഫോറസ്റ്റേഷൻ ചെടികളെല്ലാം വെട്ടി നമ്മൾ നിരത്തെയാണ് ചെയ്യുന്നത്, അതിൽ പരം നമ്മൾ വച്ച് പിടിപ്പിക്കുന്നില്ല. അപ്പം അത് ഒരു പ്രോബ്ലം ആയിട്ട് വരികയാണ്. പിന്നെ വാട്ടർ ക്വാളിറ്റി ഡീഗ്രഡേഷൻ ആവുകയാണ്. അതായത് നല്ല വാട്ടർ ഇരിക്കുന്ന ആ വാട്ടർ സ്റ്റേജിൽ പോലും അത് വാട്ടർ ക്വാളിറ്റി വന്നിട്ട് വളരെ കുറയാണ്, പുവർ ക്വാളിറ്റി ആവുകയാണ്. അതായത് ചെളിവെള്ളം നമുക്ക് കിട്ടുന്നത്, പിന്നെ വാട്ടറിന് ഒരു ടേസ്റ്റ് വ്യത്യാസം വരിക, അതിന്റെ ഒരു സ്മെല്ലിൽ വ്യത്യാസം വരിക, ഇതെല്ലാം വാട്ടറിന്റെ ക്വാളിറ്റി കുറയുകയാണെന്നാണ് കാണിക്കുന്നത്. ലോവർ ലെവൽസ് ലീഡ് ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ലൈക്ക് ഫ്ലൂറിഡ് ആൻഡ് നൈട്രേറ്റ് ആൻഡ് അയൺ. ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം, നമ്മുടെ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കേരളം നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ, നമ്മളിപ്പോ കേരളത്തിലാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ശരിയായിട്ട് വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കിട്ടുന്ന കിണറ്റിന്നായിരുന്നാലും പൈപ്പ് ബോർവെൽസിലോ അല്ലെങ്കിൽ പൈപ്പ് ത്രൂ കിട്ടുന്ന വെള്ളം നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി, വാം ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ വേറെ സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ സാധാ നമുക്ക് കിട്ടുന്ന വെള്ളം നമുക്ക് വാം ചെയ്താൽ പോരാ, അതിന് പ്യൂരിഫിക്കേഷൻസ് വെള്ളം നമ്മൾ വീട്ടിൽ വച്ചേ പറ്റൂ. ഇപ്പൊ കേരളത്തിൽ മിക്കവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, പ്യൂരിഫയേഴ്സ് വെക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ പ്യൂരിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതർ സ്റ്റേറ്റ്സിൽ നമ്മൾ പോയാൽ, തമിഴ്നാട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, തമിഴ്നാട്, ആന്ധ്ര, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ പ്യൂരിഫയേഴ്സ് അവർ വെക്കാറുണ്ട്. വെള്ളം കിട്ടുന്ന നോർമൽ വെള്ളം യൂസ് ചെയ്യാൻ പറ്റാറില്ല, കാരണം അത് ഹാർഡ് വാട്ടർ ആണ് കാണിക്കുന്നത്. ഹാർഡ് വാട്ടർ ലെവലിൽ നമുക്ക് പ്യൂരിഫയർ യൂസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് അത് നമ്മുടെ യൂസിന് കുടിക്കാൻ വേണ്ടിയോ കുക്കിങ്ങിന് വേണ്ടിയോ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റാറില്ല. അതെല്ലാം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അണ്ടർഗ്രൗണ്ട് ഈ വാട്ടറിന്റെ ഡിപ്ലീഷൻ ലെവൽ കൊണ്ടാണ് കാണിക്കുന്നത്. അതേപോലെ സലൈൻ വാട്ടറും ഫോം ആവുകയാണ്. ഈ കട്ടിയുള്ള വാട്ടർ ഫോം ആവുന്ന വെച്ചാൽ വാട്ടറിൽ ഉപ്പിന്റെ ലെവല് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ടോപ്പിക് സെമിനാർ പറഞ്ഞു നിർത്തുന്ന ഇത്രയാണ്. നമുക്ക് മാക്സിമം ഈ ഡിപ്ലീഷൻ ഉണ്ടാവാതിരിക്കാൻ ഗ്രൗണ്ട് വാട്ടർ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഓരോ ആൾക്കാരെ കൊണ്ട് നമുക്കിപ്പം നമ്മളൊരു വീടിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് മൊത്തം സൊസൈറ്റിയിൽ ചെന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഒരാൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികൾ കൂട്ടുക, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ ചുറ്റുവട്ടത്ത് സറൗണ്ടിങ്ങിൽ ചെടികൾ കൂട്ടുക. അപ്പം തന്നെ ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഗ്രൗണ്ട് വാട്ടർ ലെവൽ അപ്പായി തുടങ്ങും. ഇതാണ് ഈ ഡൗൺ വാട്ടർ ഡിഫ്ലേഷൻ കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഷെയർ ചെയ്യാം. താങ്ക് യു മാം. നന്നായിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു പറയുന്നതിന്. താങ്ക് യു രവതി, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ബ്രീഫ് ചെയ്താണോ പറഞ്ഞത്? അതെ മാം, ബ്രീഫ് ചെയ്ത് മെയിൻ ആയിട്ട് ഞാൻ ടൈം നോക്കിയപ്പോ 1 o'clock കഴിയുന്നു, മിക്കവരും സ്കിപ്പ് അടിക്കും. ശരി ശരി.
താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.